നമസ്കാരം. പലാഷ് മുച്ചലും സ്മൃതി മന്ദാനയും തമ്മിലുള്ള വിവാഹം നടക്കേണ്ടിയിരുന്നത് നവംബർ 23-നാണ്, അതായത് മെനഞ്ഞാന്നാണ്. പക്ഷേ അപ്രതീക്ഷിതമായി ചില സംഭവ വികാസങ്ങൾ സ്മൃതി മന്ദാനയുടെ കുടുംബത്തിൽ സംഭവിക്കുകയുണ്ടായി. സ്മൃതി മന്ദാനയുടെ പിതാവിന് ഒരു ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുകയും അദ്ദേഹത്തെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കുകയും ചെയ്തതോടുകൂടി കുടുംബം ഒന്നടങ്കം തന്നെ ഈ വിവാഹം മാറ്റിവെക്കുകയായിരുന്നു. അതിന് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തത് പലാഷ് മുച്ചൽ എന്ന സ്മൃതി മന്ദാനയുടെ ഫിയാൻസി ആണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. റെഡിറ്റിൽ ഉൾപ്പെടെ പലതരം ചർച്ചകൾ നടക്കുന്നുണ്ട്. അതായത് പലാഷ് മുച്ചലിൻ്റെ കൊറിയോഗ്രാഫറുമായിട്ട് ഒരു അവിഹിത ബന്ധം ഉണ്ടാകുന്നു എന്നത് സംബന്ധിച്ചുള്ള പല വ്യാജ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ചയാകുന്നതെന്നും ഇതുപോലുള്ള വ്യാജ റിപ്പോർട്ടുകൾ ദയവ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കരുതെന്നും ആണ് പറയാനുള്ളത്. ഇത് സിൻസിയർലി പറയുന്നത് പലാഷ് മുച്ചലിൻ്റെ മാതാവിൻ്റെ ഭാഗത്ത് നിന്നുമാണ്. അമിത മുച്ചലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതായത് പലാഷിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അസിഡിറ്റി ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പലാഷിന് ഉണ്ടായിരുന്നു. പലാഷും ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ റിക്കവറായി വരികയാണെങ്കിൽ പോലും സ്മൃതി മന്ദാനയുടെ പിതാവായ ശ്രീനിവാസ മന്ദാനയുടെ ഈ അവസ്ഥയെ ഓർത്ത് പലാഷിനും ഏറ്റവും കൂടുതൽ ദുഃഖമുണ്ട്. അതുകൊണ്ട് തന്നെ പലാഷ് തന്നെ മുൻകൈ എടുത്തുകൊണ്ടാണ് ഈ വിവാഹം നീട്ടിവെക്കാനുള്ളൊരു കാര്യങ്ങളെല്ലാം മുൻകൈ എടുത്തതെന്നാണ് പലാഷിൻ്റെ മാതാവായ അമിത മുച്ചൽ പറയുന്നത്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഇത് വലിയ ചർച്ചയായി മാറുകയാണ്. സ്മൃതി മന്ദാന ആവട്ടെ തൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ നിന്നുള്ള ഈ പ്രപ്പോസൽ വീഡിയോ അല്ലെങ്കിൽ ഈ വെഡ്ഡിങ് തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വീഡിയോകളെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് പലാഷ് മുച്ചൽ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തുകൊണ്ട് സ്മൃതി മന്ദാനയെ ഗ്രൗണ്ടിൽ എത്തിച്ചതും ഈ ഒരു പ്രപ്പോസൽ വീഡിയോ ഷൂട്ട് ചെയ്യുകയും ചെയ്തത്. ഇതേ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ICC വിമൻസ് ODI വേൾഡ് കപ്പ് സ്വന്തമാക്കുകയും ചെയ്തത്. അതേ പിച്ചിൽ വെച്ചാണ് പലാഷ് സ്മൃതിയെ പ്രപ്പോസ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി മാറുകയും ചെയ്തു. ഈ വീഡിയോ ആണ് സ്മൃതി ഡിലീറ്റ് ചെയ്തത്. സ്മൃതി ഡിലീറ്റ് ചെയ്തതിന് പിന്നാലെ സ്മൃതിയുടെ ടീംമേറ്റ്സിൽ ചിലരും ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ജിമിമ റോഡ്രിഗസ് ഉൾപ്പെടെ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ സോഷ്യൽ മീഡിയയിലടക്കം ഇത് മറ്റൊരു കഥയായിട്ടാണ് പറയുന്നത്. പലാഷിൻ്റെ മറ്റൊരു ബന്ധം സ്മൃതി മന്ദാനയും കുടുംബവും കണ്ടുപിടിക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ സ്മൃതി മന്ദാനയുടെ പിതാവിന് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചു എന്നുള്ള പല റിപ്പോർട്ടുകൾ ഉൾപ്പെടെ പുറത്തു വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അസത്യമായ റിപ്പോർട്ടുകൾ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് എന്നുള്ളതും കൂടി സ്മൃതി മന്ദാനയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അതൊക്കെ അടിസ്ഥാനരഹിതമാണെന്നും ഇതൊന്നും സത്യമല്ല എന്നതുമാണ് പറയുന്നത്. വളരെ അവിചാരിതമായിട്ടാണ് സ്മൃതി മന്ദാനയുടെ പിതാവായ ശ്രീനിവാസ് മന്ദാനയ്ക്ക് പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ആ ഹാർട്ട് അറ്റാക്ക് ഗുരുതരമാവുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നപ്പോഴാണ് കല്യാണം തന്നെ കോൾ ഓഫ് ചെയ്യുന്നൊരു സാഹചര്യം, തൽക്കാലത്തേക്ക് കോൾ ഓഫ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇവരുടെ ഹൽദി വീഡിയോയും സെലിബ്രേഷനും ഒക്കെ തന്നെ വൈറലായിരുന്നു. ഈ ഹൽദി ആഘോഷങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു. അതെല്ലാം തന്നെ സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ മെനഞ്ഞാന്നായിരുന്നു ഇവരുടെ വിവാഹം നടക്കേണ്ടിയിരുന്നത്. അത് മാറ്റിവെക്കുന്നൊരു സ്ഥിതിയിലേക്ക് കാര്യം മാറി. ഇനി എന്നാണ് പോസ്റ്റ്പോൺ ചെയ്യുന്ന ഡേറ്റ് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തതയൊന്നും നിലവിൽ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഉടനെ മറ്റു തരത്തിലേക്കുള്ള വാർത്തകളും ഫേക്കായിട്ടുള്ള പ്രചരണങ്ങളും സംഭവിക്കുന്നത് ഒരു കാഴ്ചയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് പല രീതിയിലേക്കുള്ള മാറ്റങ്ങളുമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. പലാഷുമായിട്ട് സ്മൃതിക്ക് ഒരുപാട് നാളത്തെ ബന്ധം തന്നെയാണ്. അതാണ് പിന്നീട് വിവാഹത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും കൂടി വന്നത്. പക്ഷേ അത് മറ്റൊരു തെറ്റായ രീതിയിലേക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഈ വാർത്ത പരക്കുന്നതിൻ്റെ ആശങ്കയിലും കൂടിയാണ് ഈ കുടുംബം നിൽക്കുന്നത് എന്നൊരു സാഹചര്യം കൂടി നിലവിലുണ്ട്. പലാഷ് ഭേദമായി വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ സ്മൃതി മന്ദാനയുടെ പിതാവിൻ്റെ ആരോഗ്യ റിപ്പോർട്ടുകൾ ഇപ്പോൾ പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല. അദ്ദേഹവും റിക്കവറി സ്റ്റേജിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുകയും ചെയ്യുന്ന സാഹചര്യം. എന്തായാലും വളരെ ആർഭാടപൂർവ്വമായി ഇന്ത്യൻ ക്രിക്കറ്റ്, വിമൻസ് ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി കൂടിയാണ് സ്മൃതി മന്ദാന. ഇന്ത്യൻ ടോപ്പ് ഓർഡർ പ്ലെയറാണ്, ഓപ്പണറാണ്. സ്മൃതിക്ക് ഒരുപാട് ഫാൻ ബേസ് ഉണ്ട്. സ്മൃതി തന്നെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ വിമൻസ് ടീമിനെ നയിച്ചിരുന്ന വ്യക്തിയും കൂടിയാണ്. WPL ബാംഗ്ലൂരിന് കൊണ്ടുവന്ന താരവും കൂടിയാണ് സ്മൃതി മന്ദാന. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്മൃതിയെ ഒരുപാട്, പ്രത്യേകിച്ച് ക്രിക്കറ്റേഴ്സിന് ഉൾപ്പെടെ വിമൻസ് ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്നവരിൽ ഒരുപാട് ആരാധകരുള്ളൊരു ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർ കൂടിയാണ് സ്മൃതി മന്ദാന. സ്മൃതിയുടെ വിവാഹ വീഡിയോയും ഉൾപ്പെടെ വലിയ ചർച്ചയാവുകയും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയും മാറുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലവും കൂടി ഉണ്ടായിരുന്നു. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി സ്മൃതി മന്ദാനയുടെ ഇൻസ്റ്റാഗ്രാം ഫീഡിൽ നിന്ന് ഈ വീഡിയോ ഡിലീറ്റ് ആയതിന് പിന്നാലെ പല കഥകളും പ്രചരിക്കാൻ തുടങ്ങിയത്. പക്ഷേ ആ കഥകളെല്ലാം അസത്യമാണ്. ഈ കുടുംബം തന്നെ ഇപ്പോൾ കൃത്യമായ രീതിയിലേക്ക് മാധ്യമങ്ങളെ കണ്ട് ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ പുതിയൊരു ഡേറ്റ് എന്നായിരിക്കും ഈ വിവാഹം എന്നത് സംബന്ധിച്ചുള്ള പുതിയൊരു ഡേറ്റ് അറിയിക്കുമെന്നതും കുടുംബം പറയുന്നുണ്ട്.